ഈ വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയ ആളുടെ അതൊരു സ്പാർക്കായിരുന്നു. അതൊരു സ്പാർക്കായിട്ടുള്ളിലുണ്ടായിരുന്നു. ധ്യാന രീതി വഴിയിലേക്ക് ധ്യാനത്തിൻ്റെ വഴിയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത് പിന്നെ മനുഷ്യന് ഭൗതികമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സന്യാസം ആ രീതിയിലുള്ള ഇതെല്ലാം തോന്നിയിട്ടില്ല. ജീവിതത്തോട് വിട പറയല്ല. ഭൗതികമായിട്ടുള്ള എന്തുണ്ടായി കഴിഞ്ഞാലും മനുഷ്യന് എന്തോ ഒരു ശൂന്യതയുണ്ട്, പരമമായിട്ടുള്ള എന്തോ ഒന്ന് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയിൽ അങ്ങനെ ഇന്ത്യയിലുള്ള പല ആത്മീയമായ കേന്ദ്രങ്ങൾ ഞാൻ അന്വേഷിച്ചു പോകണ്ടായി. എവിടെയെല്ലാം പോയി? അത് പിന്നെ പുട്ടപർത്തിയിൽ സത്യസായിബാബയുടെ ആശ്രമത്തിൽ. വിവാഹത്തിന് ശേഷമാണത്? ശേഷമാണത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയോ അതോ തനിച്ചാണ്? ഭാര്യ ഒപ്പമുണ്ടായാൽ ഒരു അസൗകര്യമാവോ അതോ? ഇല്ല, അതുകൊണ്ടല്ല. അവർ നമുക്കുള്ളത് മാതിരിയുള്ളൊരു കാഴ്ചപ്പാട് അവർക്ക് ജീവിതത്തോടില്ലല്ലോ. നമ്മളുടെ പിന്നെ ജീവിതത്തിനെ കുറിച്ചുള്ള ശരിയായിരിക്കുന്നൊരു അർത്ഥം എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോയത്. ഒന്നിനും പോകുമ്പോൾ ഭാര്യ ഉപേക്ഷിച്ചാണ് പോയത്. ഭാര്യയും കുട്ടിയും ഒരിടത്താക്കിയിട്ടാണ് അദ്ദേഹം പോയത്. അപ്പം അങ്ങനെ പോയി, അങ്ങനെ പല സ്ഥലങ്ങളും പോകണ്ടായി. അതിൽ നിന്നും എനിക്ക് ശരിയായിരിക്കുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും അതൊക്കെ തന്നെ പോയി. പുട്ടപർത്തി പോയി, പിന്നെ കാശി, പിന്നെ ഇവിടെ മാതാമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിലുണ്ടായിരുന്നു. എത്ര കാലം ഇവിടെ താമസിച്ചു? അവിടെ ഒരു 10 ദിവസത്തോളം താമസിച്ചിരുന്നു. അവിടുത്തെ ഒരു റിട്രീറ്റിൽ പങ്കെടുത്തിരുന്നു. പിന്നെ സ്വാമി രാമദാസിൻ്റെ ആനന്ദാശ്രമത്തിൽ കുറേ ദിവസം താമസിച്ചു, കാഞ്ഞങ്ങാട്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പോയിരുന്നു. വടക്കേ ഇന്ത്യയിലേക്ക് അങ്ങനെ പോയിട്ടില്ല. പിന്നെ കൂടുതലും പുസ്തകങ്ങളിലൂടെയാണ്. സാധാരണ അന്വേഷണമായിട്ട് നമ്മൾ ഹിമാലയത്തിലേക്ക് അല്ലെങ്കിൽ പർവ്വതങ്ങളിലേക്ക്, അത്തരത്തിലുള്ള അന്വേഷണങ്ങളെക്കാളും കൂടുതലേ അതിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണാനും അവർ എന്താണ് പറയുന്നത് കേൾക്കാനുള്ള താല്പര്യമായിരുന്നു. ആ തരത്തിലാണ് അത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങളിൽ വല്ലതും ശ്രമിച്ചോ? പിന്നെ മതങ്ങളുടെ കേന്ദ്രങ്ങളിൽ പോകാന്നുള്ളത് എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു അനുഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അതിലൂടെ മനുഷ്യൻ എങ്ങനെ വ്യത്യസ്തനാവാൻ കഴിയും എന്നൊരു അന്വേഷണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സെൻ ബുദ്ധിസം. അപ്പോൾ മതവിശ്വാസം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ മതങ്ങളാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ വയലൻസ്, അക്രമം എല്ലാം ഈ മതങ്ങളുടെയൊക്കെ ഒരു തരം സംഘടിതമായിരിക്കുന്നൊരു സംഘടിത മതത്തിൻ്റെത്. അപ്പം കുറച്ച് മതാത്മകത എന്ന് പറയുന്നത് തെറ്റല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റിയാണ് വേണ്ടത്, അല്ലെങ്കിൽ മതാത്മകത ആവശ്യമാണ്. മതത്തിന് ഒരു പിന്നെ പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ലോകത്തിലെല്ലാ വയലൻസും നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ക്ഷേത്രങ്ങളോ അങ്ങനെ പോകാൻ എനിക്ക് തോന്നാറില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് ആരാധന അതുപോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ അതൊന്നുമില്ല. അതിനടിച്ച് അതിൻ്റെ ഒരു സോഴ്സുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ടാവാറുണ്ട്. പ്രാർത്ഥന ഇല്ല, ആ നിലയ്ക്ക് ധ്യാനത്തിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പ്രാർത്ഥന എന്ന് നമ്മൾ ഈ സാധാരണ ആളുകൾ അറിയുന്ന രീതിയിലുള്ള ശബ്ദം കൊണ്ടോ മനസ്സുകൊണ്ടോ ഉള്ള പ്രാർത്ഥനയും ഇല്ല. അത്തരം പ്രാർത്ഥനകളല്ല. പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് മാതിരിയാണല്ലോ. ആ പരമമായ ശക്തിയോട് നമ്മളിങ്ങനെ ചേർന്നിരുന്നാൽ മതി മനസ്സുകൊണ്ട്. നമ്മളാ ഒരു സൈലൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ശാന്തിയും സമാധാനം കിട്ടും. അപ്പോൾ ഈ കേന്ദ്രങ്ങളിലെല്ലാം പോയതിന് ശേഷവും ഈ അന്വേഷണം എവിടെ എത്തിയില്ല. പിന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വെളിച്ചമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങളാണ് ശരിയായിരിക്കുന്നൊരു വെളിച്ചം എന്താണ് കാണിച്ചു തന്നത്. ധ്യാനത്തിലേക്കോ മൗനത്തിലേക്കോ എത്താനുള്ളൊരു വഴി കാണിച്ചു തന്നു. കൃഷ്ണമൂർത്തിയുടെ ഇത് ജീവിതത്തിനൊരു പൂർണ്ണവിരാമമില്ല എന്ന് പറയുന്ന ഈ പുപ്പുൽ ജയക്കാരുടെ പുസ്തകം തന്നെ അതാണ്. നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് കൂടുതൽ ഉണ്ടാവുന്നതാണ് ആപത്ത്. ഗുരുക്കന്മാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ശ്രമമായിട്ടാണ് കൃഷ്ണമൂർത്തിയെ കണക്കാക്കുന്നത് അല്ലേ? ഇല്ല, പിന്നെ കൃഷ്ണമൂർത്തിയുടെ ടീച്ചിങ് എന്ന് പറയുന്നത് പരമമായ സൈലൻസിൽ നിന്ന് വരുന്നതാണ്. ഈ ഒന്നുമായിട്ടും ബന്ധമില്ലാത്തൊരു മനസ്സിൽ നിന്ന് വരുന്ന ഒരു പരമമായ വെളിച്ചം പോലെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഇതിനനുസരിച്ചിട്ട് ഉള്ളൊരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ അയാൾ പക്ഷേ ധ്യാനം ചെയ്തിരിക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ധ്യാനത്തിലേക്ക് പോയത്. ഈ പ്രപഞ്ചമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഛേദിക്കുക. പ്രപഞ്ചവുമായിട്ടുള്ള നമ്മളുടെ
അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ആ അറ്റാച്ച്മെൻറ്റിലിരിക്കുമ്പോൾ നമുക്ക് പരമമായതിനെ കാണാൻ കഴിയില്ല. നമ്മളതുമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള പിന്നെ വീഴ്ചയ്ക്കിടയിൽ നമുക്ക് പിന്നെ മനസ്സിൻ്റെ ഒരു പ്യുവർ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ശുദ്ധമായിരിക്കുന്ന ബോധാവസ്ഥ, അതുണ്ടാവില്ല എന്നുള്ളതാണ്. അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഭാര്യ, അച്ഛൻ, അമ്മ, വീട്, മകൻ, സ്കൂള്, ഭക്ഷണം, ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നമ്മൾ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും ഇതുമായിട്ട് ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കിടക്കില്ലേ? അതെ. അതിൽ നമുക്കൊരു പൂർണ്ണ മുക്തമാക്കാൻ പറ്റുമോ? മനസ്സിനെയോ അല്ലെങ്കിൽ ശരീരത്തെ മുക്തമാക്കാൻ പറ്റുമോ? അല്ലേ, കുടുംബത്തിനോട് ഗൃഹസ്ഥനായിരിക്കെ തന്നെയാണ് ഇത്തരം അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗൃഹസ്ഥനായിരിക്കെ തന്നെ നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഒഴിവായിക്കൊണ്ടേ നമുക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. ഒരു താമരപ്പൂവ് പിന്നെ വെള്ളത്തിലും അഴുക്കിലും ഇങ്ങനെ നിൽക്കുമ്പോഴേ തന്നെ അതൊന്നായിട്ട് പുരളാതെ ഇങ്ങനെ നിൽക്കുന്നില്ലേ? അതുപോലെ നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്ക് നമുക്കിതിലൂടെ കിട്ടുന്നത്. അതിനുള്ളൊരു ഉത്തരമായിരുന്നു ധ്യാനം. കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? കുടുംബത്തിൻ്റെ പ്രതികരണം അങ്ങനെ പിന്നെ ഒരു ശുഭകരമായിരിക്കുന്നൊരു പ്രതികരണം തന്നെയായിരുന്നു, പോസിറ്റീവായിരിക്കുന്നൊരു പ്രതികരണമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാസ്ഥ്യത്തിൻ്റെ വഴിയിലേക്ക് വ്യക്തിപരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ധ്യാനത്തിൻ്റെ വഴിയിലെത്താൻ കഴിഞ്ഞത് ഈ അബൂപർവ്വതം കേന്ദ്രമാക്കിയിട്ടുള്ള ബ്രഹ്മകുമാരീസ് വേൾഡ് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയുടെ ആ ധ്യാനക്രമത്തിൽ നിന്നാണ്. ഈ ധ്യാനത്തിനെ കുറിച്ചുള്ള വലിയ ഈ അവഗാഹമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കി തരാം എങ്ങനെയാണ് അത് ഈ ഒരു പരിവർത്തനം ഉണ്ടാക്കി തീർക്കുന്നത് ആളിൽ. ധ്യാനം ഉണ്ടാക്കുന്ന പരിവർത്തനം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് അറിവുമായിട്ടൊരു ബന്ധമില്ല. അറിവുമായിട്ടൊരു ബന്ധമില്ല. അറിവുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം അറിവിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആരുമല്ലാത്ത ഒരാളായിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്. പിന്നെ ആരുമല്ലാത്തവനായിട്ടാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ആരോ ആവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാ സംഘർഷങ്ങളും ഉണ്ടാകുന്നത്. അല്ലേ, ജനിച്ചു വരുമ്പോഴും നമ്മൾ ആരുമല്ല, ഒന്നുമല്ല. അതേമാതിരി മരിച്ചു പോകുമ്പോഴും നമ്മൾ ഒന്നുമല്ലാത്തവനായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതത്തിൽ നമ്മൾ ആരോ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്തോ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതുണ്ടാക്കുന്ന സംഘർഷങ്ങളും മാത്സര്യങ്ങളുമാണ് മനുഷ്യൻ്റെ എല്ലാ ശാന്തിയെയും നശിപ്പിക്കുന്നത്. നേരെ മറിച്ച് മനുഷ്യൻ്റെ ഈ പിന്നെ വെറും ഈ ഭൗതികമായിരിക്കുന്ന ശാരീരിക ജീവിതത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അസ്തിത്വമുണ്ട്, ഒരു ഇന്നർ ബീയിങ്. അപ്പം അതിനെ ശാന്തമാക്കാനുള്ള യാതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും ആവാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്താതിരിക്കാൻ പറ്റുമോ? ഈ ജനിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ അത് മാത്രമായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അത് മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് ഈ പ്രകൃതിയിൽ സന്തോഷത്തോടെ ജീവിക്കാനോ വളരെ പിന്നെ എല്ലാം മറന്നിട്ട് പണ്ട് കാലത്തെ മാതിരി രസിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. അതിന് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ വളരെ കൃത്രിമമായിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് അവരിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്ന രക്ഷിതാക്കൾ. ഇന്ന് ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും ഭയമുണ്ട്, എപ്പോഴും സംഘർഷങ്ങൾ, വേദന, പിന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങളെക്കുറിച്ചുള്ള പിന്നെ സങ്കല്പങ്ങൾ, ഇതെല്ലാം പേറിയാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാറിയിട്ട് മനുഷ്യനെ ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു ലൈനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എൻ്റെ സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് അതിലിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും വേണം. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികളിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യാം അല്ലേ? ചെയ്യാം. കാരണം ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന പട്ടിണി പോലുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ? അതെ, ഏറ്റവും വലിയ ദുരന്തം പട്ടിണിയല്ലേ? അപ്പം അതിൽ നിന്ന് അത്രത്തോളം ഒരു ഭൗതികമായിട്ടുള്ള ആക്ടിവിറ്റി വേണ്ടി വരില്ലേ നമുക്ക്? അല്ലാതെ തീർച്ചയായിട്ടും വേണം. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാന്നുള്ളതല്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ഇത് അവസാനത്തെ അല്ല, അതും കൂടെ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഭൗതികവാദവും കമ്മ്യൂണിസവും അതൊക്കെ നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ അവസാനമായിട്ട് അവർ വലിയ പ്രതിസന്ധിയിലാവുകയാണ് ചെയ്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആത്മീയമായ ശൂന്യതയാണ്. ഈ ആത്മീയമായിരിക്കുന്ന ഒരു അവസ്ഥയും ഭൗതികമായിരിക്കുന്ന ക്ഷേമവും, അത് രണ്ടും മനുഷ്യൻ്റെ രണ്ട് കാലുകളെ പോലെയാണ്. ഈ രണ്ട് കാലുകൾ ഒന്ന് മാത്രമാണെങ്കിൽ അവനൊരിക്കലും ലക്ഷ്യത്തിലെത്താനാവില്ല. വെറും ഭൗതികവാദിക്കും കഴിയില്ല, വെറും ആത്മീയവാദിക്കും അത് കഴിയില്ല.
ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സമനില, തുലനം. അതെ, അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് മനുഷ്യന് ശരിതെറ്റുകൾ മനസ്സിലാവുക, ജീവിതത്തിൻ്റെ മുഴുവനായിരിക്കുന്നൊരു മീനിങ്, സമഗ്രമായിരിക്കുന്നൊരു മീനിങ് മനസ്സിലാവുക.